ചെരുപ്പ് കഴിച്ചു നോക്കണം. ചെരുപ്പ് കമ്മിറ്റി വാങ്ങിത്തരില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റി ചെരുപ്പ് വാങ്ങിത്തരില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെരുപ്പും കഴിച്ചിട്ടില്ല വരണം. അപ്പൊ എല്ലാവരും മക്കളെ ചളിവാരി അറിയരുത്. ഇത്ര സമയം കളിച്ച പോലെയല്ല. ഇനി നമ്മളെല്ലാരും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒപ്പരം ഒന്നിച്ച് കളിക്കണം. ആ ഫുട്ബോൾ നമ്മൾ കൊടുക്കേണ്ട സമയമാകുമ്പോൾ മക്കൾ ഇറങ്ങി ഇങ്ങളി കാത്തിട്ട് മന്ത്രി വരെ സദസ്സിലിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്നേഹോപകാരം നൽകുകയാണ്. ഡെപ്യൂട്ടി കമാൻഡന്റ് ലഫ്റ്റനന്റ് അരുൺകുമാർ എന്ന അവർക്ക് സേനാ മെഡൽ. ഡെപ്യൂട്ടി കമാൻഡന്റ് DSC ബഹുമാനപ്പെട്ട അരുൺകുമാർ സാറിനാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്നേഹോപകാരം നൽകുന്നത്. ആകർഷകമായ ഫുട്ബോൾ മത്സരം നാട്ടുകാരും കായിക ആസ്വാദകരും വന്നുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഫുട്ബോൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കളിക്കാർക്ക് കൈയടി നൽകാൻ ചെടിയിൽ പൊഴിഞ്ഞു വരുന്ന ഓരോ കളിക്കാരനെയും കളിയൊന്നും കാണികളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന രംഗങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഏഴാമത് മലയോത്സവത്തിന്റെ ഫുട്ബോൾ മത്സരം ആരംഭിക്കുന്നു. മഴയും മണ്ണും കലർന്ന ഉത്സവ അന്തരീക്ഷത്തിലിതാ നാട്ടുകാരെ മാത്രമല്ല വിനോദസഞ്ചാരികളെ പോലും കേരളത്തിലേക്ക് ഈ പർദൂസയുടെ മണ്ണിലേക്ക് ആകർഷിക്കാവുന്ന ഒരു മത്സരമാണ് ഊർപ്പള്ളിയുടെ വയലിൽ നടക്കുന്നത്. ഏഴാമത് മലയോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മനോഹരമായ ഫുട്ബോൾ മത്സരം പോലീസ് ടീം പോലീസിന്റെയും ചുവയുടെയും നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് മഞ്ഞയും ബ്ലാക്ക് ജേഴ്സി ഒരു ഭാഗത്ത് അണിനിരക്കുമ്പോൾ കേരളത്തിന്റെ ആരാധനായ പത്രപ്രവർത്തകരടങ്ങിയ വൈറ്റും ബ്ലാക്കും ജേഴ്സി ഊർപ്പള്ളി മലയോത്സവത്തിന്റെ വിസിൽ മുഴങ്ങി. റഫറിയുടെ വിസിൽ മുഴങ്ങുമ്പോൾ കളിയാരവം ഉയരുകയാണ്. ആവേശത്തിന്റെ പൊരിച്ചൂട. മനോഹരമായ കാഴ്ച തുടർന്ന് നൽകുന്ന കാഴ്ച. ഫുട്ബോൾ മുന്നോട്ട് കുതിക്കുന്നു. പക്ഷേ ചെളിയിൽ വീഴുന്നു. മനോഹരമായി മറ്റൊരു കാഴ്ചയിലൂടെ ഇതാ പത്രപ്രവർത്തക ടീമിൽ നിന്നും പോലീസ് ടീം മനോഹരമായി റാഞ്ചുകയാണ്. പന്ത് കീഴടക്കാൻ വേണ്ടി പോലീസ് ടീമിന്റെ പ്രതിരോധ പട ചെടിയിൽ നിന്ന് കളിക്കുമ്പോൾ ഒന്നും അത്ര എളുപ്പമല്ല. ചെടിയിൽ വീണാലും കളിക്കാർ വീണ്ടും പൊങ്ങുന്നു, വീണ്ടും ഓടുന്നു. ആവേശത്തിന്റെ കരകൾ ഉയർന്നു പോകുന്നു. ഫുട്ബോൾ മത്സരം ആവേശ പോരാട്ടമാവുകയാണ്. ഊർപ്പള്ളിയുടെ പോലീസ് ടീമിന് എതിരാളികളായ പത്രപ്രവർത്തകർ ചിലനടിക്കായി ശക്തി ബലം പുറത്തേക്ക് വന്ന കിക്കെടുക്കാൻ കോർണർ കിക്കിനായി മനോഹരമായ കിക്ക്. പോലീസ് ടീമിന്റെ പ്രതിരോധം തട്ടി പുറത്തേക്ക് വീണ്ടും മറ്റൊരു ത്രോ കിക്ക്. ചെയ്യാൻ വിവിധ ശ്രമം എതിരാളികൾ. ഇതൊരു കളി മാത്രമല്ല, മണ്ണിനോടും മഴയോടുമുള്ള കേരളത്തിന്റെ സ്നേഹത്തിന്റെ ആഘോഷമാണ് ഫുട്ബോൾ. അതിന്റെ വേറൊരു സന്ദേശം കൂടിയാണ് ഊർപ്പള്ളിയുടെ മതസൗഹാർദ്ദത്തിന്റെ കേളികേട്ട ഈ നാട്ടിൽ അരങ്ങു തകർക്കുന്നത്. ഏഴാമത് മഴയോത്സവം ഗാംഭീര്യത്തോടുകൂടി നടക്കുന്ന ഫുട്ബോൾ. ചെളി നിറഞ്ഞ പാടവും
മഴത്തുള്ളികളും ചേർന്ന് ഒരുങ്ങിയിരിക്കുന്നു. യഥാർത്ഥ ആവേശത്തിന്റെ അരങ്ങ് തകർക്കുകയാണ്. വീഴുന്നു, ചെളിയിൽ കൂടുന്നു. ഒഫീഷ്യൽ കൂടി ഈ പോലീസുകാർ അടിക്കുന്നത് സമരക്കാർക്ക് നേരെയാണ് എങ്കിൽ ഇവിടെ അടിക്കുന്ന കളിക്കളത്തിൽ തന്നെ സ്വന്തം ശരീരത്തിലേക്കാണ് അവർ കൊണ്ട് വെള്ളം ചീറ്റുന്നത്. വീണു ഇല്ല, മനോഹരമായ ഒരു ട്രിപ്പിൾ. വിക്രമായ ശ്രമം. മനോഹരമായ വേറിട്ട കാഴ്ച ഊർപ്പള്ളിയുടെ ചെടി മൈതാനം സാക്ഷ്യം വഹിക്കുന്നു. മണ്ണുകൊണ്ടാ പോലീസുകാർ നിയമപാലകരാണ്. കേരളത്തിന്റെ അഭിമാനമായ പ്രതിരോധ വകുപ്പിന്റെ സേനകളാണ് ഒരു ഭാഗത്ത് എങ്കിൽ നിങ്ങൾ നേരം നിറയുന്നതിനെ തുറന്നു കാണിക്കുന്ന പത്രപ്രവർത്തകരാണ് പോരടിക്കുന്നത്. പോലീസിന്റെ ജില്ലയിലുള്ളത് അഭിമാനമാണ്. ബൈസിക്കൽ കിക്ക വിഫലമാകുന്നു. പ്രതിരോധം ശക്തമാക്കി പത്രക്കാർ. മനോഹരമായ ഗോത്രമാണ് വീണ്ടും വനിതാ കമ്പോളി മത്സരത്തിലെ ടീമുകൾ തയ്യാറായി. ക്ഷേമമുള്ള പോരാട്ടത്തിനായി വേദി ഉണരുന്നു. വിസിൽ മുഴങ്ങാൻ വേണ്ടി ടീം തയ്യാർ, ടീം തയ്യാർ, ടീം തയ്യാർ. ഒന്നിന് പിറകെ ഒന്നായില്ല, കമ്പ പോയില്ല. ചളിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ 7 ശ്രീമതിമാർ പിടിച്ചു വലിക്കാൻ